നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ കനത്ത ആഭ്യന്തര കലഹത്തിലേക്കും ഗ്രൂപ്പ് യുദ്ധത്തിലേക്കും കൂപ്പുകുത്തുകയാണ് സംസ്ഥാനത്തെ CPM. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ മത്സരിച്ച മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാജയവുമായി ബന്ധപ്പെട്ടിട്ടാണ് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ ഉന്നത നേതാക്കൾ BJPയിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന കടുത്ത ആരോപണമുയർന്നതോടെ പാർട്ടി അക്ഷരാർത്ഥത്തിൽ സ്ഫോടനാത്മകമായ സാഹചര്യത്തെയാണ് നേരിടുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ സാന്നിധ്യത്തിൽ നടന്ന നേമം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഈ തുറന്നുപറച്ചിലുകൾ ഉണ്ടായത്. BJPയിൽ നിന്നും പണം കൈപ്പറ്റി വിശ്വസ്തത പണയം വെച്ച നേതാക്കളെ പുറത്തു കൊണ്ടുവരാൻ അടിയന്തരമായി പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നും തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും പാപ്പനംകോട്ട് നിന്നുള്ള ഒരംഗം പരസ്യമായി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. MV ഗോവിന്ദനെതിരെ പരിഹാസം കടുപ്പിച്ചു ഈ യോഗത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. കേവലം ഒരു പരാജയം വിലയിരുത്തുന്നതിനപ്പുറം പാർട്ടിയുടെ പരമോന്നത നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് യോഗത്തിലെ വികാരങ്ങൾ അണപൊട്ടിയൊഴുകി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അസഹിഷ്ണുത നിറഞ്ഞ പെരുമാറ്റമാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതെന്ന് കല്ലിയൂരിൽ നിന്നുള്ള യുവനേതാവ് ആഞ്ഞടിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുമ്പോൾ കുരച്ചു ചാടുന്ന നായയെപ്പോലെയാണ് ഗോവിന്ദന്റെ ഭാവമെന്നും ഒരംഗം അദ്ദേഹത്തിന്റെ സംസാര ശൈലി യോഗത്തിൽ അനുകരിച്ച് കാണിച്ചതും നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ ചാടിക്കടിക്കാൻ ശ്രമിക്കുന്ന ഗോവിന്ദൻ ഇരിക്കുന്ന കസേരയുടെ വലിപ്പം മനസ്സിലാക്കുന്നില്ലെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരുടെ വീടുകളിൽ ചെന്നപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കടിക്കുമോ എന്ന് ജനങ്ങൾ നേരിട്ട് ചോദിച്ചതായും നേതാക്കൾ വെളിപ്പെടുത്തി. ഈ പാർട്ടിയെ തകർത്ത ഗോവിന്ദനോട് അണികൾ പൊറുക്കില്ലെന്നും സ്വന്തം ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിച്ച ശേഷമാണ് അദ്ദേഹം അണികൾക്ക് നേരെ ഗിരിപ്രഭാഷണം നടത്തുന്നതെന്നും യോഗത്തിൽ കടുത്ത വിമർശനമുയർന്നു. ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി EMS അക്കാഡമിയിൽ കൊണ്ടിരുത്തുകയാണ് നല്ലതെന്ന പരിഹാസവും ഉയർന്നു. അതുപോലെ തന്നെ പിണറായി വിജയനെയും വെറുതെ വിട്ടില്ല നേമം സമ്മേളനം. മാൻഡ്രോക്ക് എന്ന പദവി അദ്ദേഹത്തിന് വീണ്ടും ചാർത്തി നൽകി നേമത്തെ സഖാക്കൾ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും അദ്ദേഹത്തിന്റെ കടന്നാക്രമണ ശൈലി യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാണ് കൊണ്ടുചെന്നെത്തിച്ചതെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. പിണറായിയെ മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരെയെല്ലാം കടിച്ചു വലിക്കുന്ന കാഴ്ചയാണ് നേമം ഏരിയ കമ്മിറ്റിയിൽ നമ്മൾ കണ്ടത്. P രാജീവ്, MP രാജേഷ്, വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉണ്ടായി. വാസവനെ സഖാവ് എന്ന് വിളിച്ചപ്പോൾ തന്നെ സഖാവ് എന്ന് വിളിക്കാൻ പാടില്ലെന്നും സർ എന്ന് വിളിക്കണമെന്നും വാസവൻ പറഞ്ഞ കാര്യം ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മുതലാളിത്തത്തിന്റെ പുതിയ ഭാവഭേദങ്ങൾ വാസവനെ പോലുള്ള മന്ത്രിമാർ എടുത്തണിഞ്ഞതായും ചില അംഗങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിമർശനത്തിന്റെ മറ്റൊരധ്യായമാണ് നേമത്ത് നമ്മൾ കണ്ടത്. BJPയും UDFും LDFും വളരെ ശക്തമായി മത്സരം കാഴ്ചവെക്കുന്ന നേമത്ത് കഴിഞ്ഞ തവണ ശിവൻകുട്ടി വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല ദയനീയമായ തോൽവി അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. നേമം പോലുള്ള ഒരു മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്ന് മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ BJPയെ പിടിച്ചുകെട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പകരം ക്രമീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്ക് പല CPM നേതാക്കന്മാരും നേമത്തിന്റെ മണ്ണിൽ നായകത്വം നൽകി എന്ന് പറയുമ്പോൾ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെന്ന് എത്തി നിൽക്കുന്ന അപജയത്തിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാളിന് സമാനമായിട്ടുള്ള തകർച്ച കേരളത്തിലെ CPMനും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന വലിയ ചോദ്യത്തിന് മുമ്പിൽ തന്നെയാണ് നേമത്തെ ഈ പൊട്ടിത്തെറിയെയും നമ്മൾ കാണേണ്ടത്.